ശ്രീജിത്ത്, വാർത്തകൾ ഇപ്പോഴും വരുന്നുണ്ട്. റഡാർ എത്തിച്ച് പരിശോധന നടത്തും. അങ്ങനെ പുതിയ പുതിയ വാർത്തകളിലേക്ക് വരുന്നുണ്ട്. പുതിയ സംഘങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാം വൈകിപ്പോയി എന്ന് ആർക്കും മനസ്സിലാകുന്നതാണ്. കാരണം എത്തേണ്ട സമയത്ത് എത്തിയിരുന്നുവെങ്കിൽ അർജുൻ ഉറപ്പായും ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാവരും. അവിടെ കർണാടക രണ്ടുപേരുടെ കൂടി തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അവിടുത്തെ കാഴ്ചകൾ എന്താ? കൃഷ്ണദ, എന്തായാലും കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്താണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന പ്രദേശത്താണ് ഈ തിരച്ചിൽ നടക്കുന്നത്. നിലവിൽ ഇവിടെ ഈ മാധ്യമങ്ങളെ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കൃത്യം 6:30 തന്നെ ഇത്തരത്തിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. NDRF സംഘവും അതോടൊപ്പം തന്നെ SDRF സംഘവും എല്ലാം എത്തി 6:30 തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാണ് ആ കുന്ന്. ആ കുന്നിന്റെ തുടക്കം ഇതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നപ്പോൾ തന്നെ വ്യക്തമാണ്, മുൻപും ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചൽ നിരന്തരം നടക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ദേശീയപാത അധികൃതർ കണ്ട ഭാവം നടിച്ചില്ലെന്ന് നാട്ടുകാർ വിമർശനം ഉന്നയിക്കുന്നു. കാരണം അന്ന് തന്നെ ഇതിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്ന ആ റോഡിലൂടെയാണ് നിലവിൽ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആ ലോറിയുള്ള കൃത്യസ്ഥലം എത്താമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ വലിയ വിമർശനമാണ് നിലവിലെ സാഹചര്യത്തിലും അവർ ഉന്നയിക്കുന്നത്. കാരണം 3-4 ദിവസമായി അവരെ അങ്ങോട്ട് കടത്തിവിട്ടിരുന്നു. നിലവിൽ ഇന്ന് അവരെ കടത്തിവിടുവാൻ ഇത്തരത്തിലുള്ള ഇവിടെ നിൽക്കുന്ന പോലീസുകാർ തയ്യാറായില്ലെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആകെ ഉണ്ടായിരുന്ന തിരച്ചിൽ നടത്തിയതെന്നും കൃത്യമായി മണ്ണിടിച്ചിൽ നടന്നതിന്റെ മറുവശത്താണോ? കാരണം ഇന്നലെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് നമ്മളോട് പ്രതികരിച്ചത്, ഒരു വശത്ത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ടെന്ന് കരുതുന്ന ഇടത്ത് അതിന് 20 മീറ്റർ വരെ അപ്പുറത്ത് മണ്ണുമാന്തി മാറ്റുന്ന പ്രക്രിയ പുരോഗമിക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അത് പൂർത്തിയാകേണ്ട സമയമായി. ഇനി അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിനി മറുവശത്തേക്ക് പോവുകയാണ്, വളരെ ചുറ്റി വേണം അവിടേക്ക് എത്താൻ, കിലോമീറ്ററുകൾ താണ്ടിയാലാണ് മറുവശത്തെത്താൻ കഴിയുക, അവിടെയാണ് പോലീസുകാരൊക്കെയും നിൽക്കുന്നത്, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നലെ കേരളത്തിൽ നിന്ന് നിരവധി മെസ്സേജുകൾ അങ്ങോട്ട് പോയ ശേഷം കുറച്ച് കാര്യക്ഷമമാകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെ അവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ മറുവശത്താണോ ശ്രീത്തുള്ളത്? അതെ, തീർച്ചയായും മറുവശത്താണ്. നിലവിൽ ഇത്തരത്തിൽ ഈ പ്രദേശത്താണ് മണ്ണെടുപ്പ് നടക്കുന്നത്. പക്ഷേ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും മണ്ണെടുപ്പ് വേഗത്തിൽ നടത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം ടൺ കണക്കിനാണ് ഇത്തരത്തിലുള്ള ഈ മണ്ണ് ഈ പ്രദേശത്ത് വീഴ്ന്നിരിക്കുന്നത്. കാരണം നിലവിൽ പോലും 40% മണ്ണ് മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. അത്രത്തോളം ഞാൻ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ അത്രത്തോളം മണ്ണാണ് ഈ പ്രദേശത്തുള്ളത്. അതിനാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും ഈ മണ്ണ് മാറ്റുന്നത് സാഹചര്യം. എന്തായാലും ഈ അർജുന്റെ ബന്ധു നമ്മളോടൊപ്പം ചേരുകയാണ്. നിലവിലെ സാഹചര്യം നമ്മുടെ വർക്ക് തുടങ്ങുന്നുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ് SP സാർ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു SP സാറെ, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചേട്ടാ, എന്നാണ് ഈ സ്ഥലത്തെത്തിയത്? ഞാൻ 3 ദിവസം കഴിഞ്ഞു, ബുധനാഴ്ച രാവിലെ എത്തിയത്. പക്ഷേ ഈ സ്ഥലത്തെത്തി കൃത്യമായ സ്ഥലം പറഞ്ഞിട്ടും ഈ ഭരണകൂടം, ഇവിടുത്തെ അധികൃതർ ഒരു പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്നാണ് വിമർശനം. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വന്ന അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ 2 തവണ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തത് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. പക്ഷേ FIR ഒന്നും സ്വീകരിച്ചിട്ടുണ്ടായില്ല. ആ രീതിയിലെല്ലാം നമ്മൾ ആദ്യം വിചാരിക്കുന്ന വണ്ടി ഇവിടെ ഇല്ല, ലാസ്റ്റ് ലൊക്കേഷൻ്റെ അവൻ തിരിച്ചു പോയി കാണും, കാട്ടിലുണ്ടാവും. പക്ഷേ ഇവിടെ ഒന്നും ജസ്റ്റ് നോക്കി ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഇവിടെ നോക്കി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകാമെന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു വണ്ടി കണ്ടെത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പം 100% ഉറപ്പിച്ചിട്ടിട്ട് വണ്ടി മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് അവിടെ. ഈ ജില്ലാ ഭരണകൂടം എന്താണ് പറഞ്ഞത്? ഇല്ല, അങ്ങനെ കറക്റ്റ് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കലക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സമയമൊന്നും പറഞ്ഞിട്ടില്ല എപ്പോൾ കിട്ടും. സമയം പറഞ്ഞത് ഇന്നലെ പോലീസുകാർ മിനിഞ്ഞാന്ന് പറഞ്ഞത്, 2 ദിവസം മുന്നേ പറഞ്ഞത് നാളെ എടുത്തു തരാം എന്നുള്ള കൺസെപ്റ്റില്ല. അതും കഴിഞ്ഞ് നാളെയും കഴിഞ്ഞു, ഇന്നലെയും കഴിഞ്ഞു, ഇന്നായി. ഇപ്പോൾ പോലീസ് പറഞ്ഞ ഈ തുടക്കം മുതൽ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടെന്നൊരു വിവരം നൽകിയിരുന്നു. കുടുംബം ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ അർജുൻ്റെ സഹോദരി വന്നിട്ട് ഇവിടെ അങ്കോള സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ തന്നെ മുബീനും അത് വണ്ടിയുടെ ഓണർ വന്നിട്ട്
ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. ഈ വാഹനത്തെക്കുറിച്ച് എന്താണ്? ആ വാഹനത്തിലാണല്ലോ നമ്മുടെ പൂർണ്ണമായുള്ള പ്രതീക്ഷ നിലവിൽ. അതെ, ആ വാഹനത്തിൽ ഉണ്ടെങ്കിൽ അവനെ ജീവന്റെ ഒരു കണിയും നിലനിർത്താൻ പറ്റും എന്നാണ് ഇപ്പോഴും വിശ്വാസം. ഈ സമയം ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും.